എന്തിനാ കോളർ ഇട്ടത്? എൻ്റെ ഡിസ്ക് ഒക്കെ ബൾജായിട്ട് ഒരു നേരം കഴുത്തിൻ്റെ ഡിസ്ക് ബൾജായതാണ്. ഒരു ഞരമ്പ് ഒരു ബ്ലോക്കായിട്ട് വിരല് മരച്ചിരിക്കും. ഇങ്ങോട്ട് കയറുന്നേ. ഒരു ഞരമ്പ് ബ്ലോക്കായിട്ട് ഇരിക്കുകയാണ്, ഡിസ്കുകൾ ബൾജായിട്ടിരിക്കുകയാണ്. യേശു സൗഖ്യം തരുന്ന വിശ്വാസമുണ്ടോ? ഉണ്ട്. ഉണ്ട്. കോളർ അഴിച്ചു. ഇപ്പോൾ ബൾജായ ഡിസ്കുകൾ യഥാസ്ഥാനത്താവും, ഞരമ്പ് യഥാസ്ഥാനത്താവും. വിശ്വസിക്കാവോ? വിശ്വസിക്കാം. ഇതേ ഉണ്ടോ? ഈ മകള് ഇത് കഴുത്തിന് കോളർ ഇട്ടിരിക്കുകയാണ്. കർത്താവ് സൗഖ്യം കൊടുക്കുന്നു വിശ്വാസമുള്ളവരുന്ന് കരവഴുത്തി കാണിച്ചേ. ഉറപ്പാണ്, ഇപ്പോൾ സൗഖ്യമാണ്. പിടിച്ചേ. ഞാൻ ഈ കഴുത്തിൽ ഒന്ന് തട്ടും കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഈ മുടിയൊന്ന് മാറ്റി പിടിക്കാം. ഹല്ലേലൂയ. ഞാനൊന്ന് തട്ടുകയാണ് ഈ കഴുത്തിനെ. യേശുവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, നട്ടല്, ഡിസ്കുകൾ, ഞരമ്പുകൾ യഥാസ്ഥാനത്താവട്ടെ. യേശുവിൻ്റെ അധികാര നാമത്തിൽ, യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ ഞരമ്പ് യഥാസ്ഥാനത്താവട്ടെ, ഡിസ്കുകൾ യഥാസ്ഥാനപ്പെടട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യെശയ്യാ 58:11 നിന്റെ അസ്ഥികൾ എല്ലാം പൂക്കും. ദൈവവചനത്തിൻ്റെ ശക്തി കടന്നു പോവട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. കടുത്തിരിച്ച് നന്നായിട്ട് തിരിക്കട്ടെ. പുറകോട്ട് വെച്ചേ, ബൈക്കിലോട്ട് മുന്നോട്ട് വെച്ചേ, പുറകോട്ട് വെച്ചേ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട്. വേദനയുണ്ടോ? ചെറുതായിട്ട്. അതെവിടെയാണ് ചെറുതായിട്ട് വേദന? കൈയെടുത്ത്. യേശുവിൻ്റെ നാമത്തിൽ ഈ വേദന വിട്ടുപോകട്ടെ. ഇത് ഞരമ്പിൻ്റെ വേദനയായിരിക്കും കേട്ടോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സൗഖ്യമാവട്ടെ, വേദന വിട്ടുപോകട്ടെ. തിരിച്ചോ, ധൈര്യമായിട്ട് തിരിക്കട്ടെ. പുറകോട്ട് വെച്ചേ, മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്. വേദനയുണ്ടോ ഇപ്പോൾ? കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഇനി ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. സൗഖ്യം കിട്ടിയോ? ആരാ സൗഖ്യം നൽകിയത്? യേശു.